പിതാവായ ദൈവമേ, അങ്ങേക്ക് സ്തുതി. പുത്രനായ ദൈവമേ, അവിടത്തേക്ക് ആരാധന. പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങേക്ക് മഹത്വം. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവമേ, ലോകത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിരുന്നു കൊണ്ട് വചനം ശ്രവിക്കാൻ കാത്തു നിൽക്കുന്ന ഓരോരുത്തരുടെ ഹൃദയ കവാടങ്ങൾ തുറക്കണമേ. ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലണമേ. നൽകുന്ന ദൈവവചനം ഗ്രഹിക്കുവാനുള്ള മനസ്സിൻ്റെ തുറവി ഞങ്ങൾക്കെല്ലാവർക്കും പ്രദാനം ചെയ്യണമേ. പ്രിയപ്പെട്ട മക്കളെ, സഹനം ഒരു ചികിത്സയാണ്. 1 കൊരിന്ത്യർ 1:18 നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിന്റെ വചനം ഭോഷത്വമാണ്, രക്ഷയിലേക്ക് ചരിക്കുന്ന നമുക്കോ ദൈവത്തിൻ്റെ ശക്തിയാണ്. നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിന്റെ വചനം ഭോഷത്വമാണ്, രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിൻ്റെ ശക്തിയാണ്. ദൈവം സർവശക്തനാണ്. പ്രതികൂലങ്ങളെ അനുകൂലങ്ങളാക്കി മാറ്റാൻ ദൈവത്തിന് സാധിക്കും. ദുഃഖങ്ങളെ ആനന്ദമാക്കി മാറ്റാൻ ദൈവത്തിന് സാധിക്കും. രോഗികളെ സുഖപ്പെടുത്താനായിട്ട് ദൈവത്തിന് സാധിക്കും. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമ്മുടെ ദൈവത്തിന് സാധിക്കും. ഭീരുക്കളെ ധീരമതികളാക്കാൻ സർവശക്തനായ ദൈവത്തിന് സാധിക്കും. തഴയപ്പെട്ടവരെ ഉന്നതരാക്കി തീർക്കാൻ ദൈവത്തിന് സാധിക്കും. നിരാശയിൽപ്പെട്ടവരെ പ്രത്യാശയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ ദൈവത്തിന് സാധിക്കും. നമുക്കുണ്ടാകുന്ന ജീവിതത്തിലെ എല്ലാ തകർച്ചകളും ഉയർച്ചകളാക്കി മാറ്റാനായിട്ട് ദൈവത്തിന് സാധിക്കും. അവിടുന്ന് സർവശക്തനാണ്. ഇതാ ഇസ്രായേൽ സൈന്യത്തെ നയിച്ചപ്പോൾ, ചെങ്കടലിന്റെ മുമ്പിൽ വന്നപ്പോൾ ആ ചെങ്കടൽ 2ആയി വിഭജിച്ചത് ഓർമ്മിക്കുന്നില്ലേ? മരുഭൂമിയിൽ കുടിക്കുവാൻ വെള്ളം കിട്ടാതിരുന്ന സമയത്ത് പാറമേലടിച്ച് വെള്ളം കൊടുത്ത് ഓർക്കുന്നില്ലേ? രാത്രികാലങ്ങളിൽ ദീപസ്തംഭമായും പകൽ മേഘസ്തംഭമായും നടന്നു നീങ്ങിയ ദൈവത്തിന്റെ സാന്നിധ്യം ഓർമ്മിക്കുന്നില്ലേ? കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തിയ ആ കർത്താവിനെ ഓർമ്മിക്കുന്നില്ലേ? കുരുടന്മാർക്ക് കാഴ്ച കൊടുത്ത് അംഗവൈകല്യമുള്ളവർക്ക് സൗഖ്യം നടത്തിയ ആ ഈശോ, സഹോദര, ഇന്ന് നീ ഇരിക്കുന്ന ആ മുറിയിലൂടെ, നീ ഇരിക്കുന്ന സ്ഥലത്തിലൂടെ സഹോദരി കടന്നു വരുന്നത് നിനക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടോ? മക്കളെ, സഹനങ്ങൾ ആത്മാവിനും മനസ്സിനും ശരീരത്തിനും നൽകുന്ന ചികിത്സയാണ്. ആത്മാവിന് വേണ്ടുന്ന ചികിത്സ ആത്മാവിന് കിട്ടണം. മനസ്സിന് വേണ്ടുന്ന ചികിത്സ മനസ്സിന് കിട്ടണം. ശരീരത്തിന് വേണ്ടുന്ന ചികിത്സ ശരീരത്തിന് കിട്ടണം. ആ ചികിത്സ നിഷേധിച്ചാൽ അവന്റെ ജീവിതം താറുമാറാകുകയാണ്. സഹനങ്ങൾ നമ്മെ വിശുദ്ധീകരിക്കും. സഹനങ്ങൾ നമ്മെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കും. സഹനങ്ങൾ നമ്മെ പൂർണ്ണതയിലേക്ക് നയിക്കും. തിരുസഭയുടെ ആദ്യത്തെ മാർപ്പാപ്പ പത്രോസിന്റെ ലേഖനം 4-ാം അധ്യായം 1-ാം വാക്യം, സഹനങ്ങൾ നമ്മെ പൂർണ്ണതയിലേക്ക് നയിക്കും. ശരീരത്തിൽ പീഡകളേറ്റ ക്രിസ്തുവിന്റെ മനോഭാവം നിങ്ങൾക്ക് ആയുധമായിരിക്കട്ടെ. എന്തെന്നാൽ ശരീരത്തിൽ സഹിച്ചിട്ടുള്ളവർ പാപത്തിൽ നിന്ന് വിടുതൽ നേടുന്നു. ഇതൊരു പ്രത്യേകമായ ഒരു തിയോളജിയാണ്. ശരീരത്തിൽ സഹനങ്ങൾ വരുമ്പോൾ പാപങ്ങൾ വിട പറയും. കാരണം സ്വർഗത്തിന്റെ ദൂതന്മാർ, സ്വർഗീയ പിതാവ് തന്റെ മക്കൾക്ക് ദൂതന്മാരെ വെച്ച് വെട്ടി തകർക്കുകയാണ് ചെയ്യുന്നത്. ആത്മീയ ജീവിതത്തിൽ കൂദാശകളിലൂടെ വിശുദ്ധീകരണം നടക്കും. കുമ്പസാരം,
കുർബാന, ഇതിലൂടെ വിശുദ്ധീകരണം നടക്കും, പൂർണ്ണരാകാൻ നമ്മെ സഹായിക്കും. എന്നാൽ പ്രായോഗിക ജീവിതത്തിൽ, അനുദിന ജീവിതത്തിൽ ചെറുതും വലുതുമായ കുരിശുകളാണ് നമ്മെ വിശുദ്ധീകരിക്കുന്നത് എന്ന് മനസ്സിൽ ഓർമ്മ വയ്ക്കുക. ഈ ചെറുതും വലുതുമായ കുരിശുകളാണ് സൃഷ്ട വസ്തുക്കളിൽ നിന്ന് സൃഷ്ടാവിലേക്ക് കണ്ണുകൾ ഉയർത്താൻ നമ്മെ പ്രചോദിപ്പിക്കുന്നത്. കഷ്ടപ്പാട് വന്നപ്പോഴല്ലേ എളിമയിലേക്കും ആഴമുള്ള ദൈവാശ്രയ ബോധത്തിലേക്കും വന്നത്? കൊറോണ എന്ന മഹാമാരി പടർന്നു പന്തലിച്ചപ്പോഴല്ലേ കൂടുതൽ സമയം പ്രാർത്ഥിക്കാനും ദൈവവചനം ശ്രവിക്കാനും ശുശ്രൂഷയിൽ വ്യാപൃതമാകാനും നമ്മൾ മനസ്സ് കാണിച്ചത്? പാപം നിറഞ്ഞ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി നവീകരിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കാൻ സഹനം വന്നപ്പോഴല്ലേ കൂടുതൽ അവസരങ്ങൾ ഉണ്ടായത്? സഹനങ്ങളിലാണ് ദൈവവുമായിട്ടുള്ള സൗഹൃദത്തിൻ്റെ ശക്തി വെളിപ്പെടുന്നത്. ഇപ്പൊ നമുക്കൊരു കൂട്ടുകാരനുണ്ടെങ്കിൽ അവൻ്റെ സന്തോഷത്തിൽ പങ്കുചേരുന്നവരുണ്ടാകാം. അവൻ്റെ സുഖങ്ങളിലും ദുഃഖങ്ങളിലും പങ്കുചേരുമ്പോഴാണ് സൗഹൃദത്തിൻ്റെ ശക്തി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സഭാചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നവരെ ക്രിസ്തുവിന് വേണ്ടി രക്തത്തിന് രക്തം, വിയപ്പിന് വിയപ്പ്, അധ്വാനത്തിന് അധ്വാനം നൽകാൻ പ്രാപ്തിയില്ലാത്തവരായിരുന്നു ശിഷ്യന്മാർ. എന്നാൽ അമ്മയും സ്ലീഹന്മാരും പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവ് അഗ്നിസ്വരൂപനായി കടന്നു വന്നതിന് ശേഷം ഇറങ്ങുകയാണ്. നോ ടേണിംഗ് ബാക്ക്. പിന്നിലേക്ക് അവർക്ക് നോട്ടമില്ല. മരിക്കുന്നത് ആനന്ദമായി മാറുകയാണ്. രക്തസാക്ഷിത്വം അവിടെ ജീവിതത്തിന്റെ ഭാഗമായി മാറുകയാണ്. സ്ത്രീകന്മാർ എല്ലാവരും ജീവിതത്തിൽ ദുഃഖങ്ങൾ ഏറ്റെടുക്കാൻ, സഹനങ്ങൾ ഏറ്റെടുക്കാൻ, യേശുവിനോടുള്ള സൗഹൃദത്തിന്റെ ശക്തി വെളിപ്പെടുത്താൻ മുന്നോട്ട് പായുകയാണ്, പിന്നോട്ട് തിരിഞ്ഞു നോക്കാതെ. മകളെ, ജീവിതത്തിൽ പല രീതിയിലുള്ള സഹനങ്ങൾ നമുക്കുണ്ടാകാം. ദൈവം അനുവദിക്കുന്ന സഹനങ്ങളുണ്ട്, ഇല്ലേ? ഉണ്ട്. നമ്മുടെ സ്വന്തം പ്രവൃത്തികളാൽ നമുക്ക് ലഭിക്കുന്ന വേദനകളുണ്ട്, ഉണ്ട്. മറ്റുള്ളവരാൽ നൽകപ്പെടുന്ന വേദനകളുണ്ട്, ഉണ്ട്. ദൈവിക അനുവാദത്തോടെ പിശാച് നൽകുന്ന വേദനകളുണ്ട്, അങ്ങനെയുണ്ട്. സ്വയം ഏറ്റെടുക്കുന്ന പരിത്യാഗത്തിന്റെ വേദനകളുണ്ട്. പാപം മൂലം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുന്ന വേദനകളുണ്ട്. പൂർവികർ വഴി നമുക്ക് വരുന്ന വേദനകളുണ്ട്. ജന്മന തന്നെ നമുക്ക് ലഭിക്കുന്ന, ഒരു മനുഷ്യൻ പിറന്ന് വീഴുമ്പോഴേ തന്നെ ഉണ്ടാകുന്ന വേദനകളുണ്ട്. വചനം പഠിപ്പിക്കുന്നു, 1 പത്രോസ് 2:19, അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവചിന്തയോടെ വേദനകൾ ക്ഷമാപൂർവം സഹിച്ചാൽ അത് നിനക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരും. ഇന്ന് ധാരാളം അനുഗ്രഹങ്ങൾ പാഴായി പോകുകയാണ്. കാരണം എന്തേ? നമുക്കുണ്ടാകുന്ന ചെറുതും വലുതുമായിരിക്കുന്ന വേദനകൾ ക്ഷമാപൂർവം സഹിക്കാൻ, അപ്പനോടൊന്ന് ക്ഷമിക്കാൻ, അമ്മയോടൊന്ന് ക്ഷമിക്കാൻ, ഭാര്യയോടൊന്ന് ക്ഷമിക്കാൻ, മക്കളോടൊന്ന് ക്ഷമിക്കാൻ, അയൽവാസിയോടൊന്ന് ക്ഷമിക്കാൻ സാധിക്കുന്നില്ല. അത് ഉള്ളിലിരുന്ന് പിശാച് മെനയുന്ന കുതന്ത്രമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. എന്തെന്നാൽ ദൈവം അറിയാതെയും ദൈവം അനുവദിക്കാതെയും ഒരു വേദന പോലും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല. മറക്കരുത്, ദൈവം അറിയാതെയും
ദൈവം അനുവദിക്കാതെയും ഒരു വേദന നമ്മിലേക്ക് വരുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏത് സഹനങ്ങളെയും തുറന്ന മനസ്സോടെ സ്വീകരിക്കുക. ആത്മീയതയുടെ ഉയരങ്ങളിലേക്ക് ഉയരുവാൻ കൊതിക്കുന്ന ആത്മാക്കൾ, വ്യക്തികൾ സഹനത്തെ സ്വീകരിക്കാൻ തയ്യാറാകുക. ഒരുപക്ഷേ സഭയ്ക്കുള്ളിൽ നിന്ന് മാനസികമായും ശാരീരികമായും വേദനിപ്പിക്കുന്നവരുണ്ടാകാം. അധികാരികളുടെ തെറ്റിദ്ധാരണ മൂലം വേദനകൾ കടന്നു വരുന്നവരുണ്ടാകാം. സഭയ്ക്കുള്ളിലുള്ളവരുടെ തെറ്റുകൾ കണ്ടിട്ട് വേദനിച്ച് പൊട്ടിക്കരയുന്നവരുണ്ടാകാം. സഭാ മക്കളുടെ പാപം കണ്ടിട്ട് ഹൃദയം തകർന്ന് കരയുന്ന എത്രയോ വിശുദ്ധന്മാരാണുള്ളത്. അവിടെ സഹനങ്ങൾ വന്നപ്പോൾ സഭ വിട്ടുപോയില്ല, ശുശ്രൂഷകൾ നിർത്തിക്കളഞ്ഞില്ല, അവർക്കെതിരെ ഭീഷണി മുഴക്കാൻ പോയില്ല. എല്ലാം പ്രാർത്ഥനയോടെ അവർ സഹിച്ചു. രക്തം കൊണ്ട് തിരുസഭയെ കഴുകി. അവർക്ക് ലഭിച്ച ഓരോ വേദനകളും സഭയുടെ വളർച്ചയുടെ നാൾ വഴികളായി മാറി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഏത് മണ്ണിലാണോ നീ നിൽക്കുന്നത്, എവിടെയാണോ നീ ചവിട്ടി നിൽക്കുന്നത്, ഏത് ജീവിത അന്തസ്സിലാണോ നീ ജീവിക്കുന്നത്, അവിടെ നിന്ന് നിനക്കുള്ള സഹനം, എനിക്കുള്ള സഹനം കിട്ടും. മനസ്സിലായോ? ഏത് മണ്ണിലാണോ ഞാൻ ചവിട്ടി നിൽക്കുന്നത്, ഏത് ജീവിത അവസ്ഥയിലാണോ ഞാൻ ജീവിക്കുന്നത്, ആ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് നിനക്കുള്ള സഹനങ്ങൾ ദൈവം ഒരുക്കി വച്ചിട്ടുണ്ട്. നീ ഒരു കുടുംബനാഥനാണോ എങ്കിൽ കുടുംബത്തിൽ നിന്ന്, ഭാര്യയിൽ നിന്ന്, മക്കളിൽ നിന്ന് നിനക്കുള്ള സഹനങ്ങൾ ഉണ്ടാകും. നീ ഒരു സന്യാസ സഭയിൽപ്പെട്ട ഒരു സമർപ്പിതനാണോ എങ്കിൽ ആ സഭയിൽ നിന്ന്, അധികാരികളിൽ നിന്ന്, സഹപ്രവർത്തകരിൽ നിന്ന് നിനക്കുള്ള സഹനങ്ങൾ ഉണ്ടാകും. നീ ഏതെങ്കിലും സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവനാണോ, അങ്ങനെയെങ്കിൽ ആ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ അധികാരികളിൽ നിന്ന്, സഹപ്രവർത്തകരിൽ നിന്ന് നിനക്കുള്ള സഹനങ്ങൾ ഉണ്ടാകും. നീ ഏതെങ്കിലും ഒരു ധ്യാന ടീമിൽ പ്രവർത്തിക്കുന്ന ആണെങ്കിൽ ആ ധ്യാന ടീമിൽ നിന്ന് തന്നെ നിനക്ക് ആവശ്യത്തിനുള്ള സഹനങ്ങൾ ഉണ്ടാകും. നീ ആർക്കു വേണ്ടി ജീവിച്ചുവോ, ആരെയൊക്കെ സ്നേഹിച്ചുവോ, ആരെയൊക്കെ സഹായിച്ചുവോ, അവരിൽ നിന്ന് ശക്തമായ മുറിപ്പെടുത്തുന്ന സഹനങ്ങൾ ഉണ്ടാകുമെന്നുള്ളതിന് സംശയമില്ല. ആബേലിന്റെ സഹനം എവിടെ നിന്നാ? സ്വന്തം സഹോദരൻ കായനിൽ നിന്ന്. പൂർവ്വ യോസേപ്പിന്റെ സഹനം എവിടെ നിന്ന്? കുടുംബത്തിലെ സഹോദരങ്ങളിൽ നിന്ന്. ഊറിയായുടെ സഹനം, ഊറിയ ആർക്കു വേണ്ടി യുദ്ധം ചെയ്തുവോ ആ രാജാവായ ദാവീദിൽ നിന്ന്. നാം എവിടെ ജീവിക്കുന്നുവോ അവിടെ നിന്ന് തന്നെ നമുക്ക് സഹനങ്ങൾ ഉണ്ടാകും. അതിനാൽ സഹനങ്ങളിൽ നിന്ന് ഓടി ഒളിക്കാൻ നമുക്ക് പറ്റില്ല. സഹനങ്ങളിൽ നിന്ന് ഓടി ഒളിക്കാൻ നമുക്ക് പറ്റില്ല. നാം എവിടെ പോയാലും അവ നമ്മെ അനുധാവനം ചെയ്യും. നമുക്ക് അർഹതപ്പെട്ട, അവകാശപ്പെട്ട സഹനം വന്നുകൊണ്ടേയിരിക്കും. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 22-ാം വാക്യം, എൻ്റെ നാമം മൂലം നിങ്ങൾ സർവരാലും രക്ഷിക്കപ്പെടും, അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും. ശ്രദ്ധിച്ചേൻ, എൻ്റെ നാമം നിമിത്തം
സർവരാലും നിങ്ങൾ ദേഷ്യപ്പെടും. നന്മ ചെയ്തു എന്നതിന്റെ പേരിലല്ലേ, ദൈവവചനം പങ്കുവെച്ചു എന്നതിന്റെ പേരിലല്ലേ, ദൈവ ശുശ്രൂഷയ്ക്ക് പോയി എന്നതിന്റെ പേരിലല്ലേ നിന്നെ എല്ലാവരും വെറുക്കുന്നത്. വചനം പഠിപ്പിക്കുന്നു, എന്റെ നാമമൂലം നിങ്ങൾ സർവരാല് ദേഷിക്കപ്പെടും. അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന സഹനത്തിന് പ്രത്യേകമായിരിക്കുന്ന പദ്ധതിയുണ്ട്. ദൈവം അനുവദിക്കുന്ന സഹനത്തിന് കൃത്യമായ പദ്ധതിയും ഉദ്ദേശവുമുണ്ട് എന്ന് നീ മനസ്സിലാക്കി വെക്കണം. ദൈവമല്ലാതെ ഒരാൾക്ക് സഹനങ്ങൾ നൽകുകയില്ല. ചരിത്രത്തിൽ ഞാൻ വായിക്കാനിടയായി, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ഒരു മെഴുകുതിരി കച്ചവടക്കാരൻ്റെ മകനാണ്. സാഹചര്യങ്ങൾ പ്രതികൂലമായതിനാൽ സ്കൂളിൽ പോയി വലിയ ബിരുദം നേടാൻ കഴിഞ്ഞില്ല. എങ്കിലും കുറച്ച് പഠനം കൊണ്ട് 4 ഭാഷകൾ പഠിച്ചു. അമേരിക്കയിലെ പ്രസിഡന്റായി, ശാസ്ത്രജ്ഞനായി, സാഹിത്യകാരനായി, ചിത്രകാരനായി, നയതന്ത്രജ്ഞൻ എന്ന നിലകളിലെല്ലാം പ്രശസ്തി നേടി. ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ള സാഹചര്യമാണെങ്കിലും ജീവിതത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടാതെ ധീരതയോടെ മുന്നേറിയത് കൊണ്ടല്ലേ ഇവയെല്ലാം കീഴടക്കാൻ, സ്വന്തമാക്കാനായിട്ട് കഴിഞ്ഞത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറുതോ വലുതോ ആയിരിക്കുന്ന സഹനങ്ങളിൽ പരാതി പറഞ്ഞ് സഹനത്തിൻ്റെ ഫലം കുറയ്ക്കാനോ അതിന് ഒഴിവാകാനോ ശ്രമിക്കരുത്. അതിന് അനുദിനമുണ്ടാകുന്ന സഹനങ്ങൾ നമ്മുടെ ലഘുവായിരിക്കുന്ന പാപങ്ങളിൽ നിന്ന് മോചനമാണത്. നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന ലഘുവായിരിക്കുന്ന പാപങ്ങളെ വിശുദ്ധീകരിക്കാൻ അനുദിനം ദൈവം യാത്രയാക്കുന്നതാണ് അവയെല്ലാം. അപ്രതീക്ഷിതമായി അതിഥികളെ പോലെ വരുന്ന സഹനങ്ങളുണ്ട്. ആ സമയങ്ങളിൽ സമനില തെറ്റാതിരിക്കാൻ ചങ്കിനകത്ത് ദൈവത്തിൻ്റെ വചനം സൂക്ഷിക്കണം. നമുക്ക് രഹസ്യമായ സഹനങ്ങളുണ്ട്, പരസ്യമായ സഹനങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. രഹസ്യ സഹനങ്ങൾ ആരും അറിഞ്ഞിട്ടില്ലായിരിക്കാം. പരസ്യമായ സഹനങ്ങൾ ലോകം മുഴുവനും അറിഞ്ഞിട്ടുണ്ടായിരിക്കാം. യുവജനങ്ങളെ വഴിതെറ്റിക്കുന്നു എന്ന് ആരോപിച്ച് ഇഗ്നേഷ്യസ് ലയോളയെ പല പ്രാവശ്യം ജയിലടച്ചിട്ടുണ്ട്. സ്ത്രീകളുമായി ലൈംഗിക ബന്ധം പുലർത്തിയത് കൊണ്ടാണ് വിശുദ്ധനായ ഡാമിയന് കുഷ്ഠരോഗം വന്നത് എന്ന് പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ട്. വിശുദ്ധനായ കമീലസ് അനേകം രോഗികളെ സുഖപ്പെടുത്തുമ്പോഴും തൻ്റെ ശരീരത്തിൽ മരണം വരെ പഴുപ്പൊലിക്കുന്ന ഉണങ്ങാത്ത മുറിവുണ്ടായിരുന്നു. വിശുദ്ധ ഫ്രാൻസിസ് അസീസി തൻ്റെ ശരീരത്തിലെ ചില മുറിവുകൾ കാരണമായിട്ട് ഉറങ്ങാത്ത രാത്രികൾ ഉണ്ടായിട്ടുണ്ട്. വിശുദ്ധ തെറ്റിദ്ധരിക്കപ്പെട്ടു, അവർ ഒറ്റപ്പെട്ടു പോയി. എങ്കിലും അവരുടെ നിരപരാധിത്വം തെളിയിക്കാനായിട്ട് അവർ ശ്രമിച്ചില്ല. എൻ്റെ മക്കളെ, ദൈവം വിശ്വസിക്കുന്നവരെയാണ്, യോഗ്യരായി കാണുന്നവർക്കാണ് സഹിക്കാനായിട്ടുള്ള അവസരങ്ങൾ ദൈവം പ്രദാനം ചെയ്യുന്നത്. നാം ദൈവത്തോട് എന്തുമാത്രം ചേർന്ന് നിന്നാലും, എന്തുമാത്രം വിശ്വസ്തയോടും വിശുദ്ധിയോടും ജീവിച്ചാലും നമ്മൾ ഓരോരുത്തരും ചുമക്കേണ്ട കുരിശുകളുണ്ട്, നമ്മൾ ഓരോരുത്തരും കയറേണ്ട കാൽവരികളുണ്ട്. ഒരുപക്ഷെ രോഗമായിരിക്കാം,
ദാരിദ്ര്യമായിരിക്കാം, വൈകല്യമായിരിക്കാം, വന്ധ്യതയായിരിക്കാം, അപമാനമായിരിക്കാം, പീഡനമായിരിക്കാം, വേർപാടായിരിക്കാം. പലർക്കും പല രീതിയിലാണ് സഹനങ്ങൾ വരുന്നത്. വിശുദ്ധയായ അഗാത്തോൺ നാവിനെ നിയന്ത്രിക്കാൻ, നാവിനോടുള്ള പാപം വിട്ടുപേക്ഷിക്കാൻ 3 വർഷക്കാലം വായിൽ കല്ലുകൾ ഇട്ടു നടന്നു എന്ന് വായിക്കാനിടയായി. വിശുദ്ധ അൽഫോൻസമ്മയും വിശുദ്ധ മറിയം തെരേസ്യമ്മയും മറ്റുള്ളവരുടെ രോഗങ്ങൾ എനിക്ക് തരിക എന്ന് പറഞ്ഞ് രോഗങ്ങൾ സ്വയം ഏറ്റുവാങ്ങിയ വിശുദ്ധരാണ്. നമുക്ക് സഹനങ്ങളുണ്ടോ? ദൈവം നമ്മെ സ്നേഹിക്കുന്നു. നമുക്ക് സഹനങ്ങളുണ്ടോ? ദൈവം നമ്മെ വിശ്വസിക്കുന്നു. നമുക്ക് സഹനങ്ങളുണ്ടോ? ദൈവം നമ്മെ വിശുദ്ധിയിലൂടെ, മാർഗത്തിലൂടെ നയിക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് സഹനങ്ങളുണ്ടോ? ദൈവം നമ്മെ വളർത്താനും പരിശീലിപ്പിക്കാനും ആഗ്രഹിക്കുന്നു. നമുക്ക് സഹനങ്ങളുണ്ടോ? നമ്മുടെ അഭിഷേകം വർദ്ധിപ്പിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ശിഷ്യത്വത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവമേ, വിശുദ്ധരെ വിശുദ്ധരാക്കിയ സഹനത്തിൽ ഞങ്ങളെയും പങ്കുകാരാക്കണമേ. സഹനം അവസാന ലക്ഷ്യമല്ല, ഉന്നത ലക്ഷ്യത്തിലെത്താനുള്ള വഴിയാണ്, ശക്തിയാണ്, ആത്മീയമായ ഇന്ധനമാണ്. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. ആമേൻ.